സോ പുതിയ ചാപ്റ്ററാണ് ഇക്കോസിസ്റ്റം. നമ്മൾ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിൽ പറഞ്ഞതാണ് എന്താണ് ബയോട്ടിക് കമ്മ്യൂണിറ്റി, എന്താണ് അബയോട്ടിക് കമ്മ്യൂണിറ്റി. ബയോട്ടിക് കമ്മ്യൂണിറ്റിയിൽ ലിവിങ് ഓർഗാനിസംസും അബയോട്ടിക്കിൽ നോൺ ലിവിങ് തിങ്സും ആണുള്ളത്. ഈ ലിവിങ് ഓർഗാനിസം നോൺ ലിവിങ് തിങ്സും തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചാണ്. സോ ഈ ചാപ്റ്ററിൽ ഇക്കോസിസ്റ്റത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ ബയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസംസ് നോൺ ലിവിങ് തിങ്സും തമ്മിൽ എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. സോ ഒരിക്കലും ഒരു ബയോട്ടിക് കമ്മ്യൂണിറ്റിയിലെ ഒരു ഓർഗാനിസത്തിന് തനിയെ ജീവിക്കാൻ പറ്റില്ല, നമുക്കറിയാം. സോ ലിവിങ് ഓർഗാനിസം ഇൻ എ ബയോട്ടിക് കമ്മ്യൂണിറ്റി, ഒരു ബയോട്ടിക് കമ്മ്യൂണിറ്റിയിലെ ലിവിങ് ഓർഗാനിസത്തിന് ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധ്യമല്ല. സോ ആ ബയോട്ടിക് കമ്മ്യൂണിറ്റിയിലുള്ള ലിവിങ് ഓർഗാനിസം തമ്മിൽ ഇൻട്രാക്ട് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. അതാണ് നമ്മൾ പഠിച്ച ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ. സോ ആ ഓർഗാനിസംസ് എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യണത്? സോ ബയോട്ടിക് കമ്മ്യൂണിറ്റിയിലെ ലിവിങ് ഓർഗാനിസംസ് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ പഠിച്ചു. സോ അവർ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. എന്നാൽ ഈ ഓർഗാനിസംസ് തമ്മിൽ മാത്രമല്ല ഇൻട്രാക്ട് ചെയ്യുന്നത്, അവർ ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പ് അവരെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ഫിസിക്കൽ എൻവയോൺമെൻറ്റുമായിട്ടുണ്ട്. സോ ബയോട്ടിക് കമ്മ്യൂണിറ്റിയിലുള്ള ലിവിങ് ഓർഗാനിസവും അവർക്ക് അതിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ഫിസിക്കൽ എൻവയോൺമെൻറ്റും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ ബയോട്ടിക് ഓർഗാനിസം തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബയോട്ടിക് ഓർഗാനിസം അതിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന അതിൻ്റെ നോൺ ലിവിങ് എൻവയോൺമെൻറ്റുമായിട്ടും അതിന് ഇൻട്രാക്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പഠിച്ചതാണ് എയർ, വാട്ടർ, സോയിൽ, ലൈറ്റ്, ടെമ്പറേച്ചർ. എങ്ങനെയാണ് ഈ അബയോട്ടിക് ഫാക്ടേഴ്സ് ലിവിങ് തിങ്സിനെ അഫക്റ്റ് ചെയ്യണേ നമ്മൾ പഠിച്ചു. സോ ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇത്രയാണ്. സോ ഇറ്റ് ഈസ് എ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നേച്ചർ. നേച്ചറിൻ്റെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള സ്ട്രക്ചറലായിട്ടും ഫങ്ഷണലുമായിട്ടുള്ള ഒരു യൂണിറ്റാണ് ഇക്കോസിസ്റ്റം. ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആവാസ വ്യവസ്ഥ. സോ ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയുടെ തന്നെ എന്താണ് സ്ട്രക്ചറലായിട്ടുള്ളതും ഫങ്ഷണലുമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു യൂണിറ്റാണ് ഇക്കോസിസ്റ്റം. ആ ഇക്കോസിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട്? ആ ഇക്കോസിസ്റ്റത്തിൽ ലിവിങ് ഓർഗാനിസംസ് ഇൻട്രാക്ട് എമംഗ് ദംസെൽസ്. ഈ ഇക്കോസിസ്റ്റത്തിൽ ലിവിങ് ഓർഗാനിസം, ബയോട്ടിക് കമ്മ്യൂണിറ്റിയിലെ ലിവിങ് ഓർഗാനിസം തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നു. അതുകൂടാതെ ഓൾസോ വിത്ത് സറൗണ്ടിങ്സ് ഫിസിക്കൽ എൻവയോൺമെൻറ്റ്, അതിൻ്റെ സറൗണ്ടിങ് ആയിട്ടുള്ള നോൺ ലിവിങ് ആയിട്ടുള്ള ഫിസിക്കൽ എൻവയോൺമെൻറ്റുമായിട്ട് എയർ, വാട്ടർ, സോയിൽ, ലൈറ്റ്, ടെമ്പറേച്ചർ ഇതുമായിട്ടും ഈ ബയോട്ടിക് കമ്മ്യൂണിറ്റി ഇൻട്രാക്ട് ചെയ്യുന്നത്. ഇതൊക്കെ അടങ്ങിയ ഒരു സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നേച്ചറാണ് ഇക്കോസിസ്റ്റം. സോ ഇക്കോസിസ്റ്റത്തിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഇക്കോസിസ്റ്റം ഇറ്റ്സ് എ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നേച്ചർ. അതിലെന്തൊക്കെയുണ്ട്? ഇൻ വിച്ച് ലിവിങ് ഓർഗാനിസം ഇൻട്രാക്ട് എമംഗ് ദംസെൽസ് ആൻഡ് ഓൾസോ വിത്ത് സറൗണ്ടിങ് ഫിസിക്കൽ എൻവയോൺമെൻറ്റ്. സോ ഇക്കോസിസ്റ്റത്തിലെ ലിവിങ് ഓർഗാനിസംസ് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നു. അതേപോലെ ഈ ലിവിങ് ഓർഗാനിസം അതിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ഫിസിക്കൽ എൻവയോൺമെൻറ്റുമായിട്ടും ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് അതൊരു സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് അതിനെ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. സോ ഒരു ഇക്കോസിസ്റ്റത്തിനെ നമ്മൾ ബേസിക് ആയിട്ട് പറയുന്ന ഒരു ഡെഫിനിഷനാണിത്. സോ ഇക്കോസിസ്റ്റത്തിൽ നമുക്ക് സൈസ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സൈസ് റേഞ്ചിൽ പറയാം. ഒരു ചെറിയ പോണ്ടിൻ്റെ സൈസ് മുതൽ സ്മോൾ പോണ്ട് തൊട്ട് ലാർജ് ആയിട്ടുള്ള ഫോറസ്റ്റ് അല്ലെങ്കിൽ സീ വരെ നമുക്ക് ഇക്കോസിസ്റ്റം എന്ന് പറയാം. സോ ചെറിയ ഇക്കോസിസ്റ്റം വരെ വലിയ ഒരു ഇക്കോസിസ്റ്റം വരെ സൈസ് റേഞ്ചിൽ നമുക്ക് പറയാൻ പറ്റും. സോ ഇക്കോസിസ്റ്റത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് സ്മോൾ പോണ്ട് തൊട്ട് ഒരു ലാർജ് ഫോറസ്റ്റ് അല്ലെങ്കിൽ സീ വരെ ഇക്കോസിസ്റ്റത്തിൻ്റെ സൈസ് റേഞ്ച് നമുക്ക് പറയാൻ പറ്റും. സോ ഇക്കോളജിസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് എൻ്റയർ ബയോസ്ഫിയർ, ഈ ലോകത്തുള്ള എല്ലാ ബയോസ്ഫിയറത്തിനെയും നമ്മൾ കൺസിഡർ ആസ് എ ഗ്ലോബൽ ഇക്കോസിസ്റ്റം. സോ ഇക്കോളജിസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ എന്താണ്? എൻ്റയർ ബയോസ്ഫിയർ കൺസിഡേർഡ് ആസ് എ ഗ്ലോബൽ ഇക്കോസിസ്റ്റം. ഈ ഗ്ലോബൽ ഇക്കോസിസ്റ്റം എല്ലാ ബയോസ്ഫിയറിനെയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്? അതൊരു ഗ്ലോബൽ ഇക്കോസിസ്റ്റമായിട്ട് മാറുന്നു. എന്നാൽ ആ ഗ്ലോബൽ ഇക്കോസിസ്റ്റത്തിൽ എന്തുണ്ട്? നമ്മൾ ഈ പറയുന്ന ചെറുതു മുതൽ വലുത് വരെയുള്ള എല്ലാ ലോക്കൽ ഇക്കോസിസ്റ്റം, ഈ എർത്തിൽ കാണപ്പെടുന്ന ഈ ഭൂമിയിൽ കാണപ്പെടുന്ന
എല്ലാ ലോക്കൽ ഇക്കോസിസ്റ്റംസിൻ്റെയും ഒരു ആകത്തുകയാണ് നമ്മൾ പറയുന്ന ഗ്ലോബൽ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഗ്ലോബൽ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എൻറ്റയർ ബയോസ്ഫിയറിലുള്ള എല്ലാത്തിനെയും കൂടിയിട്ടാണ് നമ്മൾ ഗ്ലോബൽ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇതുപോലെ നമുക്ക് ഈ ഇക്കോസിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം വലുതാണ്, അതുപോലെ ഹൈലി കോംപ്ലക്സ് ആണ്. ഒരു ഗ്ലോബൽ ഇക്കോസിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ടു ബി വൺ അറ്റ് എ ടൈം നമുക്ക് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ട് എന്ത് നമുക്ക് കൺവീനിയൻ്റ്ലി ഈ ഇക്കോസിസ്റ്റത്തിനെ രണ്ട് ബേസിക് കാറ്റഗറീസ് ആയിട്ട് നമുക്ക് തരംതിരിക്കാം. ഏതൊക്കെയാണ് രണ്ട് ബേസിക് കാറ്റഗറീസ് ഓഫ് ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്? ഒന്ന് ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റം, രണ്ടാമത്തത് അക്വാട്ടിക് ഇക്കോസിസ്റ്റം. സോ കാറ്റഗറീസ് ഓഫ് ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റം, അക്വാട്ടിക് ഇക്കോസിസ്റ്റം. ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ഡെസേർട്ട് ഒക്കെ ടെറസ്ട്രിയൽ ആയിട്ടുള്ള ഇക്കോസിസ്റ്റത്തിന് എക്സാമ്പിളാണ്. അതേസമയം അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിൻ്റെ എക്സാമ്പിളാണ് പോണ്ട്, ലേക്ക്, വെറ്റ്ലാൻഡ്, റിവർ, എസ്റ്റുറി. ഇതൊക്കെ എന്താണ്? അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിൻ്റെ എക്സാമ്പിളാണ്. സോ നമ്മൾ ഇക്കോസിസ്റ്റത്തിനെ കാറ്റഗറൈസ് ചെയ്യുന്നത് ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റം ആൻഡ് അക്വാട്ടിക് ഇക്കോസിസ്റ്റം. സോ ഇതുപോലെ ഈ ടെറസ്ട്രിയൽ ആൻഡ് അക്വാട്ടിക് ഇക്കോസിസ്റ്റം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് നാച്ചുറൽ ആയിട്ടുള്ള ഇക്കോസിസ്റ്റമാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, സ്വാഭാവികമായി ഉണ്ടാവുന്ന ഇക്കോസിസ്റ്റമാണ് ഈ പറഞ്ഞ ടെറസ്ട്രിയലും അക്വാട്ടിക്കും. എന്നാൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാവുന്ന ഇക്കോസിസ്റ്റത്തിനെ നമ്മൾ മാൻ മെയ്ഡ് ഇക്കോസിസ്റ്റം എന്ന് പറയാം. മനുഷ്യൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഇക്കോസിസ്റ്റത്തിന് എക്സാമ്പിളാണ് ക്രോപ്പ് ഫീൽഡ്. നമ്മൾ ഗാർഡൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതൊരു നമ്മളാണ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അതെന്താണ്? അതൊരു മാൻ മെയ്ഡ് ഇക്കോസിസ്റ്റമാണ്. സോ ക്രോപ്പ് ഫീൽഡ് നമ്മൾ കൃഷി നടത്തുമ്പോൾ ആ ക്രോപ്പ് ഫീൽഡ് എന്താണ്? മാൻ മെയ്ഡ് ഇക്കോസിസ്റ്റമാണ്. അതുപോലെ അക്വേറിയം അതെന്താണ്? മാൻ മെയ്ഡ് ഇക്കോസിസ്റ്റമാണ്. സോ മാൻ മെയ്ഡ് അഥവാ ആർട്ടിഫിഷ്യൽ ഇക്കോസിസ്റ്റത്തിൻ്റെ എക്സാമ്പിളാണ് ക്രോപ്പ് ഫീൽഡ് ആൻഡ് അക്വേറിയം. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ ആവാസ വ്യവസ്ഥയെ കുറിച്ച്, ഇക്കോസിസ്റ്റം അതിൻ്റെ കമ്പോണൻസുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ് നമ്മൾ സ്ട്രക്ചർ, ഇക്കോസിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ എന്നാണ്. ഈ ആവാസ വ്യവസ്ഥയ്ക്കുള്ള സ്ട്രക്ചർ എന്തൊക്കെയാണ്, എന്തൊക്കെ കമ്പോണൻസ് ആണ് ഈ ആവാസ വ്യവസ്ഥ അഥവാ ഇക്കോസിസ്റ്റത്തിൽ കാണുന്നത്, അതിൽ എന്തൊക്കെ ഇൻപുട്ട് ഉണ്ടായിരിക്കും, ആ കമ്പോണൻസ് വഴി എന്തൊക്കെ ഇൻപുട്ട് ഇക്കോസിസ്റ്റത്തിൽ ഉണ്ടായിരിക്കും, അതായത് എന്തൊക്കെ പ്രൊഡക്ടിവിറ്റിയാണ് ഇക്കോസിസ്റ്റം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിലെ കമ്പോണൻസ് നമുക്ക് തരുന്ന പ്രൊഡക്ടിവിറ്റി എന്താണ്, അതായത് ഇൻപുട്ട്. അതുപോലെ തന്നെ ഈ ഇക്കോസിസ്റ്റത്തിലെ ട്രാൻസ്ഫർ ഓഫ് എനർജി, ഇക്കോസിസ്റ്റത്തിലെ എല്ലാ കമ്പോണൻസ് തമ്മിൽ എന്താണ്, ആ ബയോട്ടിക് കമ്പോണൻസ് തമ്മിൽ ഒരു ട്രാൻസ്ഫർ ഓഫ് എനർജി ഉണ്ട്. ട്രാൻസ്ഫർ ഓഫ് എനർജി എന്ന് പറയുന്നത് ഇൻ ദ ഫോം ഓഫ് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഫുഡ് ചെയിൻ എന്താണ്, ഫുഡ് വെബ് എന്താണ്, ഈ ന്യൂട്രിയൻസ് എങ്ങനെയാണ് സൈക്കിൾ ചെയ്യുന്നത്, ന്യൂട്രിയൻ സൈക്ലിംഗ്, ഇതൊക്കെയാണ് ട്രാൻസ്ഫർ ഓഫ് എനർജിയിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇക്കോസിസ്റ്റത്തിൻ്റെ ഡിഗ്രഡേഷൻ അല്ലെങ്കിൽ അതിൻ്റെ എനർജി ലോസ് എങ്ങനെയാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തത് നമ്മൾ സൈക്കിളുകൾ, എന്തൊക്കെയാണ് റിലേഷൻഷിപ്പുകൾ ബിറ്റ്വീൻ ആരൊക്കെ ഈ ഇക്കോസിസ്റ്റത്തിലുള്ള റിലേഷൻഷിപ്പ്, ഡിഫറെൻറ്റ് സൈക്കിൾസുകളുണ്ട്, അതുപോലെ ഡിഫറെൻറ്റ് ഫുഡ് ചെയിൻ ഉണ്ട്, ഡിഫറെൻറ്റ് ഫുഡ് വെബുകളുണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇക്കോസിസ്റ്റത്തിൽ ക്രിയേറ്റഡ് ആവുന്ന ഫുഡ് ചെയിൻ, ഫുഡ് വെബ്, സൈക്കിൾ, ഈ പറഞ്ഞ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നതിലൂടെ എന്തൊക്കെ റിലേഷൻഷിപ്പാണ് ഓരോ സിസ്റ്റത്തിലും ഉള്ളത്, ഓരോ ഇക്കോസിസ്റ്റത്തിലെ ഈ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന എനർജി ഫ്ലോയിലൂടെ എന്തൊക്കെ ഇൻ്റർ റിലേഷൻഷിപ്പാണ് ഈ പറഞ്ഞ നമ്മൾ സൈക്കിളുകളിലും ഫുഡ് ചെയിനിലും ഫുഡ് വെബിലൊക്കെ ക്രിയേറ്റഡ് ആവണമെന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. സോ അതാണ് നമ്മുടെ പുതിയ ചാപ്റ്റർ ഇക്കോസിസ്റ്റം അഥവാ ആവാസ വ്യവസ്ഥ.